ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കൊടുക്കാൻ നീക്കവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാർ. ഇന്നലെ ഹാരിസിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ബോക്സ് കണ്ടെത്തിയെന്നും ഇതിൽ ചില ബില്ലുകളുണ്ടെന്നും പ്രിൻസിപ്പൽ ആരോപിക്കുന്നു. അസ്വാഭാവികതയിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു. ഹാരിസിനെ കൊടുക്കാനുള്ള ശ്രമമാണ് എല്ലാവരും ചേർന്ന് നടത്തുന്നതെന്ന് KGMCTA പ്രതികരിച്ചു. വാർത്താ സമ്മേളനത്തിനിടെ റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ നിർദ്ദേശം നൽകി. പ്രിൻസിപ്പലിന് ഉന്നത തലത്തിൽ നിന്ന് ഫോൺ കോൾ എത്തിയതും സംശയത്തിനിടയാക്കുന്നുണ്ട്. തന്നെ വ്യക്തിപരമായി ആക്രമിക്കാനും കുടുക്കാനും ബോധപൂർവം ശ്രമം നടക്കുന്നതായുള്ള ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടന്റും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തിയത്. ഡോക്ടർ ഹാരിസിന്റെ മുറി പരിശോധിച്ചതായി പ്രിൻസിപ്പൽ സ്ഥിരീകരിച്ചു. 2 തവണ പരിശോധന നടത്തി. ഓഗസ്റ്റ് 6-ന് ആദ്യ പരിശോധന. അതിൽ തന്നെ കാണാതായ മോഴ്സിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തി. ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ ആദ്യ പരിശോധനയിൽ കാണാതായ പുതിയൊരു പെട്ടി കണ്ടെത്തിയതായും അതിൽ നെഫ്രോസ്കോപ്പ് എന്ന മറ്റൊരു ഉപകരണം, മോഴ്സിലോസ്കോപ്പ് എന്ന ഉപകരണം വാങ്ങിയതിന്റെ ബില്ലും കണ്ടെത്തിയതായും പ്രിൻസിപ്പൽ പറയുന്നു. ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നും അടച്ചിട്ട ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ അതിക്രമിച്ചു കടന്ന് ബില്ലും പുതിയ ഉപകരണവും കൊണ്ടുവച്ചതായി സംശയിക്കുന്നുവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ആദ്യത്തെ ദിവസം നോക്കുന്നത് വാർഡുകൾ തിയേറ്റർ ഭാഗങ്ങളായിരുന്നു. HOD റൂം പരിശോധിച്ചില്ല. അങ്ങനെയാണ് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് HOD റൂം പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോയത്. ഞാൻ ഒരു സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് അല്ല. അപ്പോൾ ഞാൻ 1-2 സ്ഥാനം എനിക്ക് കാണിച്ചു വന്ന് ടോണി എന്നോട് പറഞ്ഞു. അവിടെ ഒരു ഇതിലൊക്കെ എഴുതി വെച്ചിട്ടിരിക്കുന്നു. ടോണി പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു ഇതെനിക്കറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയുന്നവർ സംസാരിക്കണം. വലിയ പെട്ടിയില്ലായിരുന്നു, ഒരു ചെറിയൊരു പെട്ടിയിലാണ് ഈ സോക്കോൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. മറ്റേ ഒരു വലിയ പെട്ടി അവിടെ ഇല്ലായിരുന്നു. നശിപ്പിക്കുന്നതിന് അവിടെ CCTV ഉണ്ട്. അവിടെ അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യട്ടെ. CCTVയിലുള്ള ദൃശ്യങ്ങളൊന്നും എങ്ങും പോകുന്നില്ല. 24 മണിക്കൂറുള്ള ദൃശ്യങ്ങൾ എങ്ങും പോയിട്ടില്ല. 104 ക്യാമറയിൽ CCTV ഉണ്ട്. മതി, അതൊക്കെ അത് പരിശോധിക്കട്ടെ. അത് എല്ലാവർക്കും ഓപ്പൺ ആണ്. ഇതിലൂടെ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ഉപകരണം അത് പുതിയതായി വാങ്ങിവെച്ചതാണോ എന്ന സംശയം ജനിപ്പിക്കുകയായിരുന്നു പ്രിൻസിപ്പലും സൂപ്രണ്ടും. മെഡിക്കൽ കോളേജിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും കൃത്യമായ മറുപടിയില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വലഞ്ഞ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും വാർത്താ സമ്മേളനത്തിനിടെ ഫോൺ കോളിലൂടെ നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നതും ദുരൂഹതയുണർത്തുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള വിളികളാണെന്നാണ് സംശയം. ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ആരെങ്കിലും അതിക്രമിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും KGMCTA ആവശ്യപ്പെട്ടു. അപ്പം അദ്ദേഹമോ അദ്ദേഹം പറഞ്ഞിട്ടൊരാളോ അത് ചെയ്തു എന്നുള്ളതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഒരാളല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നതെന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കട്ടെ. അപ്പോൾ അതിൽ അന്വേഷണം വേണ്ടത് ഇവിടുന്നല്ല, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണം എന്നുള്ളത്. ഡോക്ടർ ഹാരിസിനൊപ്പം നിൽക്കുമെന്നും വൈകിട്ട് യോഗം ചേർന്ന് വിഷയത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും KGMCTA ഭാരവാഹികൾ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.